വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ മസാലയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി ഇതൊന്ന് കളർ ചേഞ്ചായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 6 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒന്ന് കവർ ചെയ്ത് ഒരു 3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് അഥവാ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയം വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാനിവിടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ പീസ് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് അടച്ച് ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്നുകൂടെ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം കൂടി ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങി വന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറുകിയ ചാറോട് കൂടിയ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ആ മസാലയും അതിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളവും കൂടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കുക്കായി കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനിയും കവർ ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് സമയം കൂടെ ഇത് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ഇപ്പോൾ ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഈ സമയത്ത് ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് ചിക്കനിലും മസാലയിലും നല്ല ഫ്ലേവർ കിട്ടുന്നതിന് സഹായിക്കും. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പത്തിനും ചോറിനും എല്ലാം നല്ല പറ്റിയൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.